BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തരെ ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. തമിഴ്നാട്ടിലെ പോലെ കേരളത്തിലും സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി മാറുകയാണ്. പാലക്കാട് നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കി കളത്തിലിറക്കാൻ BJP ക്യാമ്പിൽ നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് പാലക്കാട് ഉണ്ണി മുകുന്ദന് വിജയസാധ്യത ഉണ്ടെന്ന് BJP കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിനിമാ താരം എന്ന നിലയിൽ ഉണ്ണി മുകുന്ദന്റെ പ്രശസ്തിയും ആളുകൾക്കുള്ള ഇഷ്ടവും വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തുന്നതെന്ന് BJP നേതൃത്വം പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലങ്ങളിലെ സ്ഥിതിയെക്കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചും പഠിക്കുന്നതിനായി നിയോഗിച്ച ഏജൻസിയാണ് പാലക്കാട് ഉണ്ണി മുകുന്ദന്റെ പേര് നിർദ്ദേശിച്ചത്. നേരത്തെ തന്നെ BJP അനുകൂല നിലപാട് പങ്കുവച്ചിട്ടുള്ള നടനാണ് ഉണ്ണി മുകുന്ദനെ കൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പ്രശാന്ത് ശിവൻ, അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളും പാലക്കാട് BJPയുടെ പരിഗണനയിലുണ്ട്. മുൻപ് പാലക്കാട് വെച്ച് നടന്ന വിനായക ചതുർത്ഥി ആഘോഷത്തിൽ ഉണ്ണി പങ്കെടുത്തിരുന്നു. ഗണപതി മിത്താണെന്ന AN ഷംസീറിന്റെ വാക്കുകൾ വിവാദമായ സമയത്തായിരുന്നു പരിപാടി. അന്ന് ഷംസീറിനെതിരെ ഉണ്ണി ആഞ്ഞടിച്ചിരുന്നു. ഈ പരിപാടിയിൽ മാത്രമല്ല പല BJP പരിപാടികളിലും ഉണ്ണി ഭാഗമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് ആയ മാ വന്ദേയിലും ഉണ്ണിയാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഉണ്ണിക്ക് വലിയ സ്വീകാര്യത ഉണ്ടെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം മത്സരിക്കണമെന്ന ആവശ്യം BJP നേതൃത്വം ഇതുവരെയും ഉണ്ണി മുകുന്ദനുമായി ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന BJP ജില്ലാ ഘടകങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ശക്തമായ ഗ്രൂപ്പിസം മറനീക്കി പുറത്തു വന്ന ജില്ലകളിൽ ഒന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരാൻ പല നേതാക്കൾക്കും മടിയുണ്ട്. ഉണ്ണിയെ കൂടാതെ പാർട്ടി മുൻ അധ്യക്ഷനായ K സുരേന്ദ്രന്റെ പേര് മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. K സുരേന്ദ്രൻ മത്സരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശോഭ സുരേന്ദ്രനിലേക്ക് ചർച്ച നീണ്ടിരുന്നുവെങ്കിലും പാലക്കാടേക്കില്ല എന്നാണ് അവർ അറിയിച്ചത്. ശോഭ മത്സരിക്കുകയാണെങ്കിൽ C കൃഷ്ണകുമാർ പക്ഷം പണിതന്നേക്കുമെന്ന ഭയം നേതൃത്വത്തിനും ശോഭയ്ക്കുമുണ്ട്. ഇതെല്ലാമാണ് അവരെ പിന്നോട്ടടിപ്പിച്ചത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ച പോലെ പാലക്കാട് ഉണ്ണി മുകുന്ദനെ വോട്ടർമാർ വിജയിപ്പിക്കുമോ എന്ന ചോദ്യമാണ് സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ച് പരിശോധിച്ച ഏജൻസി പ്രധാനമായും അന്വേഷിച്ചത്. അതേസമയം പാലക്കാട് കോൺഗ്രസിൽ ആരെത്തുമെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കുറി അഭിമാന പോരാട്ടമാണ്. ലൈംഗിക ആരോപണ കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്ത ക്ഷീണം കോൺഗ്രസിന് ഇവിടെയുണ്ട്. രാഹുലിനെ ഇക്കുറി വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതയില്ല. രാഹുൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്നാണ് ഒരു വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. മണ്ഡലം നിലനിർത്താൻ ഷാഫി പറമ്പിലിനെ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചർച്ച. എന്തായാലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേതൃത്വം ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല.